ചില ടെസ്റ്റിനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്നോട് കൂടെ അയക്കാൻ വേണ്ടി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ യൂദാസ് കറിയോത്ത ഈശോയെ വിട്ടുപോയതിനു ശേഷം ആ യൂദാസിന്റെ സ്ഥാനത്തേക്ക് അവർ പുതിയ ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് പറയുകയാണ്, നമുക്ക് യൂദാസിന്റെ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ തെരഞ്ഞെടുക്കണം. അവര് മത്തിയാസ്, ജോസഫ് എന്നിവരെ 2 പേരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരാളെ നറുക്കിട്ട് തിരഞ്ഞെടുക്കുകയാണ് അല്ലെ. അപ്പൊ അതില് മത്തിയാസിന് കുറിവ് വീഴുന്നു, ജോസഫ് ഇങ്ങനെ എന്ന് പറയാ മാറ്റി നിർത്തപ്പെടുന്നു. ഇവരുടെ 12 പേരുടെ കൂട്ടത്തില് മത്തിയാസ് എണ്ണപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വലിയ സൗഭാഗ്യമാണ് മത്തിയാസിന് ലഭിച്ചത്. ഇപ്പൊ യൂദാസിന് പകരക്കാരനായിട്ട് 12ാമനായിട്ട് മത്തിയാസ് കയറുന്നു. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ 12 പേരെ സെലക്ട് ചെയ്യുകയാണ്. അതായത് അതും നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഭാഗ്യമാണ്. ഈ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി അല്ലെ ഈശോയുടെ ഈ അത്ഭുത പ്രവർത്തികൾ കേട്ടിട്ട് അവന്റെ കൂടെ ഒരുപാട് പേര് നടന്നിരുന്നു എന്ന് പറയുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ സൗഖ്യം ലഭിക്കാൻ വേണ്ടി ഈശോയുടെ അടുത്തെത്താനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോയുടെ പ്രസംഗം കേൾക്കാനും സൗഖ്യം ലഭിക്കുവാനുമായിട്ട് ഒരുപാട് പേര് ദൂരദേശങ്ങളിൽ നിന്നും ഈശോയുടെ അടുത്തെത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഈശോ തന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി 12 പേരെ സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാരുടെ ഭാഗ്യം എത്രയോ വലുതാണ് അല്ലെ. ഈശോയുടെ ശിഷ്യഗണത്തിലുള്ളവനാണ് ഞാൻ എന്ന് പറയാനായിട്ടുള്ള ഒരു ഭാഗ്യം അത് എത്രയോ വലുതാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഈ 2 വചനഭാഗങ്ങളും വായിച്ചു കഴിയുമ്പോൾ ഈശോ തെരഞ്ഞെടുത്തവരെല്ലാം വലിയ ഭാഗ്യമുള്ളവരായിട്ട് നമ്മൾ കരുതുകയാണ്. എന്നാൽ ഈ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ സഭ നമ്മളോട് പറയുകയാണ്, നീയും ഈശോയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് അല്ലെ. സഭയിലെ ഒരു അംഗം എന്ന നിലയിൽ നീയും ഈശോയുടെ ശിഷ്യനാണ്, ക്രിസ്തുവിന്റെ അനുയായിയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്ന അതേ സൗഭാഗ്യം നിനക്കുമുണ്ട് അല്ലെ. നമ്മളെയും മറ്റുള്ളവർ ഭാഗ്യവാന്മാരായിട്ട് ഗണിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്